We are going to see Burj Khalifa. We're excited. ബുർജ് ഖലീഫയുടെ 124-125 ഫ്ലോർസിൻ്റെ വിസിറ്റിന് വേണ്ടി പോവാണ്. ഒരാൾക്ക് 260 AED അഡൾട്ടും 165 AED ചൈൽഡും കൊടുത്തിട്ട് ആഫ്റ്റർനൂൺ ടിക്കറ്റാണ് പോകുന്നത്. അപ്പോൾ പ്രൈം ടൈം ടിക്കറ്റ് 4 മണിയുടെ വൈകുന്നേരത്തെ ടിക്കറ്റാണ്. 3 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ പ്രൈം ടൈമാണ്. അപ്പോൾ അവിടെ റേറ്റ് കൂടുതലാണ്. അതിന് മുമ്പാണെങ്കിൽ ഐ തിങ്ക് 20 AED കുറവുണ്ട് ടിക്കറ്റിൽ. സോ അതിൻ്റെ ക്യൂ ആണ്, നമ്മൾ ക്യൂവിലാണ് നിൽക്കുന്നത്. മോളിൻ്റെ ലോവർ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിൻ്റെ എൻട്രി. നമ്മൾ ലോവർ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഏതെങ്കിലും ഇൻഫർമേഷൻ സെൻറ്റർ ചോദിച്ചാൽ മതി. ഇറ്റ്സ് എ പിങ്ക് ഏരിയ ആൻഡ് വൺ ഓഫ് ദി എയിംസ് പിങ്ക് ഏരിയ. അവിടെയാണ് ഇതിൻ്റെ എൻട്രി ഉള്ളത്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാതെ വരുന്നവർക്ക് ഇതിന് കുറച്ച് അപ്പുറത്ത് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ബട്ട് ഐ തിങ്ക് ദാറ്റ് വിൽ ഹാവ് എ ക്യൂ ഓഫ് ഇറ്റ്സ് ഓൺ. ഇവിടെ ഫുഡ് മുഴുവൻ ഇവിടെ തലതിരിച്ചാണ്. ഫുഡ് താഴെയും മറ്റേതൊക്കെ മുകളിലാണ്. നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെ വെച്ചാൽ ബാക്കിയുള്ള മോൾസ് നമ്മുടെ നാട്ടിൽ കാണുന്നതെല്ലാം മറ്റേത് മുകളിലും ഇവിടെ താഴെയാണ്. ലോവർ ഗ്രൗണ്ടിലാണ് എല്ലാ ഫുഡും ഉള്ളത്. നമ്മൾ ഈ ഈറ്ററി നോക്കി മോളിൽ പോയാൽ തിരിഞ്ഞു പോകും. ദുബായ് മോളിനകത്ത് ലോവർ ഗ്രൗണ്ടിൽ KFC, സ്റ്റാർബക്സ് അങ്ങനെയുള്ള സകല ഫാസ്റ്റ് ഫുഡും ഉണ്ട്, അല്ലാത്ത ഫുഡും ഉണ്ട്. ഫുഡ് കോർട്ട് തന്നെ ഇവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ലിഫ്റ്റിൽ 125 ഫ്ലോർ 35 സെക്കൻഡ് കൊണ്ടാണ് കയറി പോകുന്നത്. ചെറിയൊരു ക്യൂ ഉണ്ട്. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണോ? ഇവിടെ അത് മാത്രമല്ല, സ്കൈ ലൗഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊരു ഇതുണ്ട്. അത് പറഞ്ഞാൽ 150th ഫ്ലോറിൽ സ്കൈ ലൗഞ്ച് ഉണ്ട്. അവിടെ പോയി വി ക്യാൻ ഹാവ് ഭക്ഷണമൊക്കെ കിട്ടും. ദേ വിൽ ഹാവ് ഗിവ് യു കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ടാവുന്നത്. സോ അതിന് 379 pounds AED, 310 AED അതിന് മുകളിലേക്കാണ്. അതിന് കൂടുതലായിട്ടുള്ള പ്രയോറിറ്റി പാസസ് എന്നൊക്കെ പറഞ്ഞ് പല പല റേഞ്ചുകൾ മുകളിലോട്ടുണ്ട്. ഓവർ എ പീരീഡ് ഓഫ് ടൈം അതൊരു വില കൂടിയതാണ്. പിന്നെ ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യൽ ഇതും കൂടെ ഉണ്ട്. വെൻ ഐ ചെക്ക്ഡ് ബിഫോർ ക്രിസ്മസ് ദ റേറ്റ്സ് ആർ ഡിഫറെൻറ്റ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ബാഗൊക്കെ അവിടെ ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കണം. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറി. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 15 minutes. കാരണം പ്രീമിയം എടുക്കുന്ന ടിക്കറ്റ് ഹോൾഡേഴ്സിന് അവർ എളുപ്പം കയറ്റി വിടുന്നുണ്ട്. പ്രീമിയം എടുക്കണേ ടിക്കറ്റ് ഹോൾഡേഴ്സിന് അത് എളുപ്പം കയറ്റി വിടുന്നുണ്ടെന്ന്. പ്രയോറിറ്റി ലൈനാണ്, അതൊക്കെ അധികം വെയിറ്റ് ചെയ്യണ്ട. ഫാസ്റ്ററായിട്ട് നമുക്ക് കയറാം. From the earth to the sky. ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ മുകളിലോട്ട് പോവാം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫേസ് പ്രോഗ്രസ് ഒക്കെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രോഗ്രസ്. 2008, 2009 ആയപ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായി. 2009 ആയപ്പോൾ എക്സ്റ്റീരിയർ കംപ്ലീറ്റ്. ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ആയിരുന്നു 2010. I've been to the tallest building. ഇതിനകത്ത് കെഫറ്റേറിയാസ് ഒക്കെ ഉണ്ട്. വർഷത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ നല്ല ക്യൂ ഉണ്ട്. നല്ല
എല്ലാം ക്യൂവിൽ നിന്നിട്ടാണ് ലിഫ്റ്റിൻ്റെ ലോബിയിലെത്തിയത്. Das war echt nicht ganz dumm, sag ich, ja. Also manchmal denken wir echt, wir sind noch alle nicht ganz richtig. Die Zeit zu verkürzen. Ja, genau. Aber man macht das wieder ganz langsam. Sitzen die 12. Stock. Viel langsam, ne? Schau, dass die Aussicht da unten ausschaut. Weißt du das halt nicht. Aber der Typ auf die ohne mal schon, ne? Auf die ohne ചെവി അടഞ്ഞു. ചെവി അടഞ്ഞു. Ja, jetzt geht's aber schneller, schau. Zuschauer im 60. Oh, die Oberst ist, ja. നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, കഫറ്റേറിയ ഉണ്ട്. MR ആണ് ഇവിടെ നടക്കുന്നത്. th ഫ്ലോറാണ് പോയത്. 125th ഫ്ലോറിലേക്ക് നടക്കുകയാണ്. നടക്കാം. ഭാഗ്യത്തിൽ ഞാൻ നടന്നപ്പോ ഒന്നും പറ്റിയില്ല. ജമ്പ് ചെയ്ത ഇതുപോലത്തെ സൗണ്ട് കേൾക്കും, പൊട്ടുന്നത് പോലെ. അവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കണതാണ്.
ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു. ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി. തിരക്കായി ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എക്സ്പീരിയൻസ്, ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്, കാണേണ്ടതാണ്. പക്ഷേ പ്രയോറിറ്റി പാസ് എടുക്കാനാവുന്നുള്ളവർ പ്രയോറിറ്റി പാസ് എടുത്ത് വരിക. ഒരുപാട് ക്യൂ ആണ്. ഞങ്ങൾ 3:45 ക്യൂ നിന്ന് 4:45 കയറിയപ്പോൾ. ഇത് സൺഡേ ആണ്, അതിൻ്റെ ആണോന്ന് അറിയില്ല. വർക്കിംഗ് ഡേ വന്നാൽ ചിലപ്പോൾ ഇത്തിരി കുറവുണ്ടാവും. പിന്നെ പ്രയോറിറ്റി പാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്യൂ നിൽക്കണ്ട, ചെറുപറാന്ന് കയറിപ്പോകാം. അതിന് ഐ തിങ്ക് അതാണ് അതിൻ്റെ മെയിൻ ഗുണം. പിന്നെ ഐ തിങ്ക് ദേ ഹാവ് കോംപ്ലിമെൻ്ററി ടീയോ കോഫിയോ എന്തോ ഡ്രിങ്ക്സോ ജ്യൂസോ എന്തോ കിട്ടും. അതൊക്കെയാണ് അതിൻ്റെ മെയിൻ. പക്ഷെ അതിന് എന്താണ്ട് 150 ദിർഹം കൂടുതലാണ്, AED കൂടുതലാണ്. നമുക്ക് ലൈറ്റിലും എന്തോ ഫംഗ്ഷൻ നടക്കുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബുർജ് ഖലീഫയിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. കല്യാണം അതൊരു ഇന്ത്യൻ വെഡിങ് പോലെ തോന്നുന്നു. ഇനിയിപ്പോഴല്ല, ഇനി കുറെ കഴിഞ്ഞിട്ടുണ്ട്. തന്നെയാണ് അവിടെ ബോർഡ് വാക്കുന്ന സാധനമുണ്ട്.
ബോർഡ് വാങ്ങുന്നില്ല, കാശ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു CM ലൈക്ക് കുറേ കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. പിന്നെ അത് അവിടെ കണ്ടില്ല ഓപ്പോസിറ്റ് അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ്സിൽ പോയി മേ ബി യു വിൽ ഗെറ്റ് ടു സീ ഫൗണ്ടനും ബാക്ക്ഗ്രൗണ്ടിൽ ഇതും കാണാൻ പറ്റും. ഭക്ഷണം കഴിക്കാം അല്ലേ? അവർ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എത്ര ഇമാറിനെന്ന് കൗണ്ട് ചെയ്യാം? ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ എൻട്രി ഇപ്പുറ സൈഡിലാണ്. ഇതിനെന്തുകൊണ്ട് 120 AED ആണ് മിനിമം ചാർജ് എന്ന് തോന്നുന്നു. 120 80 അതിനെന്താണ്. കാൻഡി സ്റ്റോർ